ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതാ അരിപ്പൊടിയും തേങ്ങയും വെച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 2.5 ഗ്ലാസ് പച്ചരിപ്പൊടി ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തന്നെ വെറും 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണേ. ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഈ ഒരു റെസിപ്പിക്ക്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പിടി തേങ്ങയ്ക്ക് അളവൊന്നുമില്ല കേട്ടോ, ഞാനെടുത്തത് ഒരു പിടി തേങ്ങയാണ്. ഈ തേങ്ങൻ്റെ പകുതി ഞാനിതാ ഈ ഒരു പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് ഒരു 2.5 സ്പൂൺ ചോറ് കേട്ടോ. തലേന്ന് രാത്രി വെച്ച ചോറാണ്, പിറ്റേത് രാവിലെ ഇട്ട് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇത് റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ലേ. അങ്ങനെ ഇതാ ചോറിട്ട് കൊടുത്തതിന് ശേഷം ഞാനിതൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ ഒരു 2.5 ഗ്ലാസ് പൊടിക്ക് 3.5 ഗ്ലാസ് വരെ വെള്ളം ഞാനിതാ ഇതുപോലെ കുറേശ്ശെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. വെള്ളം കൂടി പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മളെ പാലപ്പം മാവൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കട്ടിയിലിട്ട് ഞാൻ ഈ ഒരു മാവ് അടിച്ചെടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കട്ടിയിൽ ഞാനിതാ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുത്താണ്. ഈ ഒരു സമയത്തിൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ എന്നാൽ ഞാൻ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാർ എടുത്തതിന് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റിയായ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കിയിട്ട് ഞാനിങ്ങോട്ട് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് സോഡാപ്പൊടിയോ പിന്നെ ഈസ്റ്റോ ഒന്നും വേണ്ട കേട്ടോ. ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്നൊക്കെ നമുക്ക് അടിച്ചെടുത്ത് പെട്ടെന്ന് ചൂടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമിട്ട് ജാറ് കഴുകിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണുണ്ട്. ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു അടിപൊളി ഗ്രീൻ പീസ് കറിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി 100 ഗ്രാമോളം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചതാണ്. പിന്നെ 2-3 ഉരുളക്കിഴങ്ങ്, 2-3 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിത് ആ കുക്കർക്ക് ലേശം അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി. ഇങ്ങോട്ട് ഞാനൊരു 3-4 വിസിൽ ഇങ്ങോട്ട് അടുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെ മാവിലേക്ക് ഞാനിതാ ഒരു സ്പൂണ് കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നത്. കരിഞ്ജീരകവും തേങ്ങ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നല്ലോ, ആ ഒരു ബാക്കി തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ 3-3.5 സ്പൂണ് തേങ്ങ ഇട്ട് കൊടുത്തത്. ഈ ഒരു സമയത്ത് ഞാനതാ 3.5 സ്പൂൺ ഒരു തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങോട്ട് ഒരു മിനിറ്റ് നേരം ഇതുപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ഈ ഒരു കട്ടിയിൽ തന്നെ നമുക്ക് മാവ് കിട്ടണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് കുറച്ച് എണ്ണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ലേശം ചൂടായതിന് ശേഷം കേട്ടോ, അധികം ഇങ്ങോട്ട് ഓവറായിട്ട് കത്തിക്കരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമ്മൾ അപ്പം റെഡി ആയിന്. അങ്ങനെ ഈ ഒരു മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടോ മൂടി വെക്കേണ്ടത്. ഈ ഓൾസുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ മൂടി വെച്ചാൽ മതി. അങ്ങനെ ഞാൻ ഓരോ അപ്പം ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഒന്നും കൂടി മൊഞ്ചൊക്കെ കൂടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കരിഞ്ജീരകം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാട്ടോ, കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതല്ല, ഈ കരിഞ്ജീരകം നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ. തേങ്ങയും കരിഞ്ജീരകം കൂടി ഇട്ടപ്പോൾ നമുക്ക് ചൂടോട് കൂടി കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രത്യേക ഒരു സമയത്ത് ശ്രദ്ധിക്കാനുള്ളത്, മാവ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തീയൊന്ന് കൂട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ അപ്പത്തിൻ്റെ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അങ്ങനെ കുറേശ്ശെ അങ്ങനെ ഇതിൻ്റെ മുകളിൽ ഈ ഒരു കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി വെച്ചിട്ട് നല്ല സോഫ്റ്റുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കറി ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന അപ്പമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ കുക്കറിൽ വിസിലടുപ്പിച്ച് വെച്ച് ആ ഒരു ഗ്രീൻ പീസ് ഒന്നങ്ങോട്ട് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും കരിവേപ്പിൻ്റെ ഇലയും പിന്നെ എരിവിന് ആവശ്യമായ
2 പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു സവാള ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെറും 2 മിനിറ്റ് മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റ് കോംബോ ഉള്ള നല്ലൊരു കറിയാണ്. പിന്നെ ഇതിലേക്ക് ഞാനിതാ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വിസിലടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രീൻ പീസിൻ്റെ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കിഴങ്ങൊക്കെ ഒന്ന് അങ്ങോട്ട് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മൾ കറിയൊക്കെ ഒന്ന് കട്ടിയിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടോ. ഒഴിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഒഴിച്ച് കൊടുത്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റും കൂടും. പിന്നെ അതെല്ലാം കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുക. പിന്നെ ലാസ്റ്റായിട്ട് ഞാനത് ചെറിയ തക്കാളി ഇതുപോലെ വളരെ നൈസായിട്ട് അരിഞ്ഞതും കുറച്ച് കരിവേപ്പിനില പിന്നെ മല്ലിച്ചപ്പ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാണ് നമ്മളെ കറി അടിപൊളിയായിട്ട് കിട്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ അപ്പം കറിയൊക്കെ റെഡി ആയിനെ. എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികളൊക്കെ ചാനലിലുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ. വളരെ സോഫ്റ്റായി അപ്പം ഉണ്ടാക്കിയെടുക്കാം. വെറും ചുരുങ്ങിയ സമയം മാത്രം മതി കേട്ടോ. രാവിലെയൊക്കെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും. ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമുക്ക് ഈ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കാൻ തോന്നും ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.